വെള്ളിയുടെ ഈ വിശുദ്ധ ദിനത്തിൽ കുരിശിൻ്റെ വഴിയുടെ 14-ാം സ്ഥലത്ത് കർത്താവായ യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിനെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ മരണത്തിൻ്റെ അന്തിമ നിമിഷത്തെക്കുറിച്ച് മാത്രമല്ല, ഉയർപ്പിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക ഇടപെടലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഈ ചിന്തയ്ക്ക് പുതിയ അർത്ഥം കൈവരുന്നു. കല്ലറ അടച്ചു, പക്ഷെ അത് മഹത്തായ മറ്റൊന്നിലേക്കുള്ള ഒരു കടന്നുപോക്ക് മാത്രമായിരുന്നു. മഹത്വപൂർണമായ ഉയർത്തെഴുന്നേൽപ്പ്. കല്ലറ പോലെ തോന്നുന്ന നിമിഷങ്ങൾ, ഭയം, അപകടം, അനിശ്ചിതത്വം എന്നിവ നിറഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവിക സംരക്ഷണത്തിൻ്റെ അത്ഭുതകരമായ ശക്തിക്ക് സാക്ഷിയായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു ഫാർമസിസ്റ്റായ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നേരിടേണ്ടി വന്ന ഒരു ഭയാനകമായ സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഒരു തോക്കുധാരി മെഡിസിൻ വാങ്ങാൻ എന്ന വ്യാജേന എൻ്റെ ഫാർമസിയിൽ എത്തി എന്നെ തോക്കിൻ മുനയിൽ നിർത്തി. ആ നിമിഷങ്ങളിൽ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ ഞാൻ നിസ്സഹായയായി നിന്നു. ആ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഞാൻ അനുഭവിച്ചു. ജീവൻ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഭയാനക നിമിഷത്തിൽ എനിക്കെന്തെന്നില്ലാത്ത ഒരു ധൈര്യം ലഭിച്ചു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എനിക്ക് ലഭിച്ച ധൈര്യം കൊണ്ട് നെറ്റിയിലമർത്തിയ ഗൺമുനയിൽ നിന്നും നിമിഷ നേരത്തിൽ രക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ പകച്ചു നിന്ന ആ തോക്കുധാരിയിൽ നിന്നും ഞാൻ പരിക്കേൽക്കാതെ പുറത്തു വന്നു. എന്നാൽ അത് ഒരു അത്ഭുതത്തിൽ മാത്രമായി ഒതുങ്ങിയില്ല. ഞങ്ങളുടെ മകൻ ആൽബർട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭയങ്കരമായ കാർ അപകടത്തിൽപ്പെട്ടു. രാത്രിയുടെ നടുവിൽ അവൻ ഓടിച്ചിരുന്ന SUV പെട്ടെന്ന് നിർത്തിയ ഒരു ട്രക്കിനടിയിലേക്ക് ഇടിച്ചു കയറി. കാർ പൂർണ്ണമായും തകർന്നു. കഷണങ്ങളായി ചിതറിയ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒന്നും തൊടാതെ അവശേഷിച്ചത് ഒന്ന് മാത്രം, അവനിരുന്ന ഡ്രൈവർ സീറ്റ്. അവൻ ഒരു പോറൽ പോലുമില്ലാതെ സീറ്റിൽ നിന്ന് പുറത്തു വന്നു. അത് ഭാഗ്യമല്ലായിരുന്നു. ദൈവം അവനെ തൻ്റെ കരവലയത്തിൽ പൊതിഞ്ഞു വച്ചു. ഡോക്ടറുടെ പ്രാഥമികമായ ഒരു ചെക്കപ്പ് പോലും അവന് വേണ്ടി വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരുതലിൻ്റെയും അത്ഭുതകരമായ പരിപാലനയുടെയും സാക്ഷ്യങ്ങളാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലെ അറിഞ്ഞും അറിയാതെയും ദൈവത്തിൻ്റെ ഈ സംരക്ഷണം പലപ്പോഴും അനുഭവിച്ചിരിക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 14-ാമത്തെ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും ഇരുണ്ടതും നിരാശാജനകവുമായ നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. യേശുവിൻ്റെ ശവസംസ്കാരം അവസാനമാണെന്ന് ലോകം കരുതി. പക്ഷേ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അതൊരു തുടക്കമാണെന്ന് അവൻ തെളിയിച്ചു. നമ്മുടെ ജീവിതത്തിൽ കല്ലറ നിമിഷങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, പോരാട്ടങ്ങൾ അവസാനമല്ല. ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും പദ്ധതിയും വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാണവ. എൻ്റെ സുഹൃത്തുക്കളോടും സഹവിശ്വാസികളോടും ഈ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത് ആപൽഘട്ടത്തിൽ ദൈവം നമ്മെ എപ്രകാരം പരിപാലിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. സാഹചര്യം എത്ര അപകടകരമാണെങ്കിലും അവൻ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസമാണ് നമ്മുടെ ശക്തി. ഭയം നമ്മെ വലയം ചെയ്യുമ്പോൾ അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. പ്രത്യാശ ഒരിക്കലും മരിക്കുന്നില്ല. കല്ലറ ഒരിക്കലും അവസാനമല്ല, അത് മഹത്തായ മറ്റൊന്നിൻ്റെ തുടക്കം മാത്രമാണ്. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും എല്ലാ വെല്ലുവിളികളിൽ നിന്നും, എല്ലാ ഭയങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും.
കാരണം നാം എല്ലാവരും ഒരിക്കലും പരാജയപ്പെടാത്ത യേശു ക്രിസ്തുവിൻ്റെ കരവലയത്തിലാണ്. സാജൻ മാത്യു അച്ഛൻ്റെ മനോഹരമായ പ്രത്യാശയുടെ ഗാനത്തിൻ്റെ വരികളാണ് ഇപ്പോൾ ഓർമ്മ വരിക. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന കല്ലറ നിമിഷങ്ങളിൽ നമുക്ക് ഓർക്കാം, മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉറപ്പിച്ച ദൈവം തന്നെയാണ് ഇന്നും നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. സംരക്ഷിക്കാനും രൂപാന്തരപ്പെടുത്താനുമുള്ള അവൻ്റെ ശക്തി എന്നത്തെയും പോലെ ശക്തമായി നിലനിൽക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം, നാം ഭയം, പാപം അല്ലെങ്കിൽ നിരാശ എന്നിവയുടെ കല്ലറകളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ക്രിസ്തുവിനെ പോലെ നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? 14-ാം സ്ഥലം നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാനും അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാനും ഈസ്റ്റർ പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാനും നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനന്തമായ പീഡകൾ സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായി, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോട് ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.